അപ്പുറത്ത് പുതിയ ആൾക്കാർ വരണമെന്ന് കേട്ടല്ല. ആര് വരണേ? എനിക്കറിയില്ല. പുതിയ ആൾക്കാരാണെന്ന് പറഞ്ഞത് കേട്ട്. അപ്പുറത്തെ അപ്പൂപ്പന്റെ ബന്ധുവാണ്. ഷേ, അങ്ങേരെ ബന്ധുവാ? അപ്പൊ നീ ബാ ചേട്ടാ, നമുക്ക് അങ്ങേരോടെ ചോദിക്കാം. അപ്പൂപ്പ, നമ്മൾ അറിഞ്ഞ് ഈ കിളവനും തగ్గടിച്ചു തുടങ്ങിയ. തേങ്ങ ഉടച്ചു തുടങ്ങിയില്ല മക്കളെ, പുറകില് കൊറേ കിടക്കണ്. എന്റെ കോസ്റ്റ്യൂം മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ? എങ്ങനെ? നെവിന്റെ യൂണിഫോം പോയിട്ട് എടുക്കുന്നതായിരുന്നു പറയേണ്ടിയിരുന്നത്. എനിക്ക് ഒറ്റ കളറില്ല. ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒറ്റ കളർ ഇട്ടുകൊണ്ട് നടക്കുന്നുള്ള കാര്യം. ഞാൻ എന്റെ ഒരു 90% ജീവിതം എന്റെ ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ടാണ് ഞാൻ തീർത്തത്. ഞാൻ ഇതുവരെ ആരോടും പരാതി പറഞ്ഞിട്ടില്ല. എന്നോട് അവസാനം ആൾക്കാർ ഇങ്ങോട്ട് പരാതി പറയാൻ തുടങ്ങി. ഒന്നും മാറ്റണം, വൃത്തിയില്ലാത്തവനെ ഈ ഷർട്ട് എത്ര നാൾ ഇതിങ്ങനെ ഇട്ടുകൊണ്ട് നടക്കും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ബ്ലാക്ക് കളർ തന്നെ 4-5 ഷർട്ട് ഉണ്ടായിരുന്നു, സെയിം. വിനായക, നീ ഇതിന്റെ കീ എവിടെയാടാ കൊണ്ട് കളഞ്ഞത്? നീ എന്റെ തന്നെയാടാ തന്നത്, നിനക്ക് ഉറപ്പാണ്? നിന്റെ ഭാഗത്തല്ലളിയ തെറ്റ്, എന്റെ ഭാഗത്താണ് തെറ്റ്. ഒരു സാധനം പോലും സൂക്ഷിക്കാൻ പറ്റാതെ നിന്റെ ഇത് തന്നത് എന്റെ തെറ്റാണ്. എന്റേത് ഓയിലി സ്കിന്നാണ്, അതുകൊണ്ടായിരിക്കും കയ്യിലിരിക്കുന്ന തെന്നിപ്പോകും. ഈ ഫെയില് ത്രോ മാംഗോ ഫ്യൂച്ചർ കംപ്ലീറ്റ് ഫെയില്. നിങ്ങളുടെ ഇവിടെ ജോലി കിട്ടിയത്? മൈ ഫ്രണ്ട് ശ്യാം റെക്കമെൻഡഡ്. ശ്യാം, യു ബോത്ത് ഗെറ്റ് ഔട്ട്. വീട് സോഹ, ആൾക്കാരൊക്കെ നോക്ക്. നീ റിയൽ ലൈഫിലാ റൊമാൻറ്റിക് അല്ല, റീലിലെങ്കിലും ഒന്ന് റൊമാൻറ്റിക് ആവും സോഹ. എനിക്ക് റൊമാൻറ്റിക് ഒന്നും ആവാൻ അറിയത്തില്ല. നീ എന്നോട് എപ്പോഴും അടി കൂടണോ? എന്നെ ഇങ്ങനെ ഫിക്സ് ചെയ്യണോ? ഇങ്ങനെ അടിക്കണോ? എന്റെ മുടിയിലൊക്കെ പിടിച്ച് വലിക്കണോ? മുടിയെ പിടിച്ച് കറങ്ങണമല്ലേ? എന്റെ കാമുകന്റെ കൂടെ സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? ആ മോനെ, ബഹുമാനപ്പെട്ട അച്ചോ, അവൻ ഇത്തിരി ബഹുമാനം കൂടുതലാ. ആ മോൻ എന്താ ചെയ്യുവാ? ഞാനിപ്പോ എണീച്ചിരിക്കുക. സോഹ, ഇതിൽ ഏറ്റവും കാണാൻ കൊള്ളാവുന്നത് ആരെയാ? ഇതിലേറ്റവും കാണാൻ കൊള്ളാത്ത ഇവിടെ ആണല്ലേ മോളെ. ഇതിലേറ്റവും കാണാൻ കൊള്ളാവുന്ന നിന്നെ എനിക്ക് മാത്രമേ ഉള്ളൂ, അത് ബാക്കി എല്ലാ ആമ്പിള്ളേർക്ക് തോന്നുന്നുണ്ടോ? എന്ത്? അല്ല, ഈ കാമുകിയുടെ കൂട്ടുകാരിയും സെറ്റാക്കിയാ മതിയായിരുന്നു. ഇപ്പൊ 31ാമത്തെ ആളാ വീട്ടിൽ കയറി വന്ന് രണ്ടിന്റെ കോഴിത്തരം വിളമ്പുന്നത്. ഈർക്കിലങ്ങോട്ട് എടുത്തിട്ട് നിങ്ങളെ കുഞ്ഞ് എന്റെ വാവല്ലാണ്ട് വരുന്നു. നിങ്ങൾ അമ്മ മരിച്ചു പോയപ്പോ നിങ്ങൾക്ക് അമ്മയുടെ ഒരു വാത്സല്യം വേണോന്ന് എനിക്ക് തോന്നി. കേരളത്തിൽ ഇത്ര അമ്മമാരുടെ വാത്സല്യം ഞങ്ങൾക്ക് വേണ്ട. ഇനി അച്ഛൻ പെമ്പിള്ളാരുടെ പിറകെ പോവില്ല, ആന്റിമാരുടെ പൊക്കോട്ടെ. കാമുകിയെ സന്തോഷിപ്പിക്കാനായി സിംഹക്കൂട്ടിൽ കയറി യുവാവിന് ദാരുണാന്ത്യം. കാമുകിക്ക് ഏതായാലും സന്തോഷമായി കാണുമെന്ന് ഉറപ്പിക്കാം. അർജു റോസ്റ്റർ യൂട്യൂബർ ആണ്. ഞാൻ തന്നെയാണ്. എന്റെ നല്ല ഫോട്ടോ, സൂപ്പർ. ഇവൻ യൂട്യൂബൊക്കെ തുടങ്ങിയ സമയത്ത് 1-2 വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? പിന്നെ ഒരു വൃത്തികെട്ട സാധനം കണ്ടപ്പോ ഞാൻ അന്നേ നിർത്തി. ഇപ്പൊ അത് പൂർണ്ണമായി. ഞാൻ അന്നേ നിർത്തിയെങ്കിൽ പിന്നെ താൻ എന്തിനാണോ ഇപ്പോഴും എന്റെ വീഡിയോ ഇരുന്ന് കാണുന്നത്? ചില ഗിവ് ഒക്കെ ചെയ്തിട്ടും ആളെയാണ് ഇപ്പൊ ട്രോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആളെയാണ് ട്രോൾ ആയിട്ടുള്ളത് താൻ പറയുന്നത്. ഓക്കെ, എന്തുവാകട്ടെ, നോക്കാം. അർജു, എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് അയാളെ ട്രോളാന്? എന്ത് യോഗ്യത? എനിക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്നാണ് പുള്ളി ആദ്യം ചോദിക്കുന്നത്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ ഇയാളെ കൊണ്ട് കാണിക്കണമല്ലോ. ഒരാളെ ട്രോൾ ചെയ്യുന്നതിന് മുന്നേ ഞാനിങ്ങനെ എനിക്ക് ഇന്നൊക്കെ യോഗ്യതയുണ്ട്, ഞാൻ ഇയാളെ ട്രോൾ ചെയ്യട്ടെ എന്ന് ഞാനിങ്ങനെ എഴുതി മറ്റേ ഗവൺമെന്റ് സീലും വെച്ച് ഞാൻ ഇങ്ങനെ അടുത്ത് കൊണ്ടുപോകാം. അപ്പൊ എനിക്ക് യോഗ്യത ഇയാളെ തരും. സ്ത്രീകൾ, കുട്ടികൾ എന്നിങ്ങനെയുള്ളവര് വീഡിയോ കാണണ്ട. പ്രത്യേകിച്ചും മനസ്സിന് കട്ടിച്ചിരി കുറവുള്ളവർ കാണുകയേ വേണ്ട. കാരണം ഇത് ഗ്രീൻ ഹൗസിന്റെ ഒരു വീഡിയോ അല്ല കേട്ടോ. ഗ്രീൻ ഹൗസിനെ വെച്ചുകൊണ്ട് മുതലാക്കാൻ നോക്കിയ ചില ഊള ടീംസിനെ നമ്മളൊന്ന് എന്നെ അതിനകത്ത് അങ്ങ് കൊന്നു നീ. എന്നാൽ ഈ വീഡിയോ സ്ത്രീകളും കുട്ടികളും കാണരുതെന്ന് പറയുന്നതിനോട് യാതൊരു അഭിപ്രായവും ഇല്ല. കാരണം എന്താ പറയുക, സ്ത്രീകളും കുട്ടികളും ഒരേ സ്വരത്തിൽ ഇവനെ ഊക്കുന്നുണ്ട്. പിന്നെ ഒരു മനുഷ്യത്വം നിറഞ്ഞ ഒരാളെ ഞാൻ കാണുന്നത് അയാളെയാണ്. അയ്യോ, ഈശ്വരന് സ്തുതി. നമുക്കൊന്നും മനുഷ്യത്വം ഇല്ല, ക്ഷമിക്കണം.
പക്കായിട്ട് പറയാം. നീ റോസ്റ്റ് പറഞ്ഞോളൂ. അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണ്. അതെ അതെ. ഇത് തന്നില്ലായ്മ. എടാ ഞാൻ എന്താ ഇയാളുടെ വീട്ടുകാരാരേലും അങ്ങേര് ഗിവ് അവേ കൊടുത്തെന്ന് വല്ലതും ഞാൻ പറഞ്ഞു. കേരളത്തിൽ വലിയൊരു ദുരന്തമാണ് വയനാട് ഉണ്ടായത്. അന്നേരം അയാളുടെ വണ്ടി അയാളെ രക്ഷാപ്രവർത്തനത്തിന് കൊടുത്തു. നീ എന്താണ് കൊടുത്തത്? നീ എന്തിന്റെ വീട്ടിൽ പാളയിൽ കൊടുത്തിട്ടുണ്ടാ? നീ എന്താണ് കൊടുത്തത്? നീ എന്തിന്റെ വീട്ടിൽ പാളയിൽ കൊടുത്തിട്ടുണ്ടാ? നീ ഞാൻ എന്ത് തേങ്ങയാണ് പാളയാണ് കൊടുത്തതെന്നൊക്കെയാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അതിന്റെ എനിക്ക് ആദ്യത്തെ ചോദ്യം ഇതാണ്, നമ്മൾ കൊടുത്തതിന്റെ കണക്കൊക്കെ ഇങ്ങനെ ബോധിപ്പിക്കണോ? അല്ല, ബോധിപ്പിക്കണമെങ്കിൽ ഞാൻ ബോധിപ്പിക്കാം. ഞാൻ ആ വീഡിയോക്കകത്ത് സ്പാർക്ക് വന്നില്ല എന്ന് പറയുന്നത് നീ കാണിക്കുന്നത് നിനക്കൊരു കോപ്പ് ഞാൻ തരത്തില്ല. അല്ലെ നീ ഒന്ന് വെറുതെ ശരിക്കും ഞാൻ അതിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ വീഡിയോക്കകത്ത് തന്നെ ഞാൻ പറയുന്നുണ്ട് ചിലപ്പോൾ വന്ന് കാണുമെന്ന്. അന്വേഷണം വെറുതെ അല്ല വിളിക്കുന്നത്, പ്രശ്നങ്ങൾ മണത്തറിയാനുള്ള ശക്തിയുണ്ട്. ചിലപ്പോൾ സ്പാർക്ക് വന്ന് കാണും, ആർക്കറിയാം. തൊട്ടാനും പിടിച്ചതിനും എല്ലാത്തിനും പ്രശ്നം. എന്നാൽ വീഡിയോ ഫുള്ള് കണ്ടിട്ട് പ്രശ്നം ഉണ്ടാക്കും. ഇതുപോലെ റൂമിലിരുന്ന് കൊണയടിക്കുന്നതല്ല, റൂമിനകത്തിരുന്ന് കൊണയടിക്കുന്നത് നിന്നോട് ആരാ പറഞ്ഞത്? ആ വീഡിയോക്കകത്ത് തന്നെ ഞാൻ റൂമിന് വെളിയിൽ ഇറങ്ങി കൊണയടിക്കുന്നത്. ഇതുവരെ ആരും ഇടാത്ത ഒരു പേര് ഒരു ആൺകുഞ്ഞിനിടാൻ പോവുകയാണ്. അരുത്, നാശത്തിലേക്കാണ് നിന്റെ ക്രിയാറ്റിൻ അടിച്ചിട്ടാണ് ഇവർക്ക് ഇത്ര ക്രിയേറ്റിവിറ്റി കിട്ടുന്നത്. ശൂന്യൻ. വാവ്, വാട്ട് എ സിനിമാറ്റിക് നെയിം. ദിസ് കുഡ് ബി എ റിയൽ ഗുഡ് നെയിം. ശൂന്യതയിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് അവൻ ശൂന്യൻ എന്ന് പേരിട്ടത്. അത് അവന്റെ തലയിൽ ശൂന്യമായത് കൊണ്ടാണോ? അതറിയില്ല. സൽമാനെ ഇങ്ങനെ വിഷമിക്കാതെ, നിന്റെ മുഞ്ചത്തെ ഏതോ ഒരുത്തിന്റെ കൂടെ ഉണ്ട്, ഏതോ ഒരു വീട്ടിൽ ഉണ്ട്. കൊച്ചിലെ വലിയ ആൾക്കാർ ഗൾഫിൽ പോയി പെണ്ണെട്ടെന്നാണ്ട് ഗൾഫിൽ പോയതാ. ഇപ്പൊ വന്നപ്പോ കൊച്ചുള്ളവര് പെണ്ണെട്ടി നടക്കുന്നു. അല്ലേലും ഇതൊക്കെ പ്രസവ ജീവിതത്തിൽ ഉള്ളതാക്കാം. ഒരു കൊച്ചു നിന്റെയൊക്കെ ഫോണിലോട്ട് വിളിച്ചാൽ മര്യാദക്ക് സംസാരിക്കാൻ നടക്കുന്ന അറിയത്തില്ലടാ. മര്യാദ കുറച്ച് കുറവാ സാറേ. ഞാൻ ഈ ട്രാക്കിയിട്ട് 3-4 വെട്ടി പിരിച്ചിട്ടുണ്ട്. സാക്ഷി പറയാൻ പോലും ഒരുത്തനും വന്നിട്ടില്ല, ഇനി വരത്തുമില്ല. അതായി മണി. ഓ നീ സാക്ഷി അറിയില്ലടാ. അങ്ങനെ എന്നെ കൊണ്ടുണ്ടാക്കാൻ സാറ് വിചാരിക്കേണ്ട. മണി വരില്ല സാറേ, കൊണ്ടുവേണ്ടി വരും. ചേട്ടാ, ചേച്ചി, ഈ ചേട്ടനാണെങ്കിൽ ഫുൾ ടൈം ഒരു മാസത്തെ 30 ദിവസം ഉണ്ടെങ്കിൽ 32 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ ചേച്ചിയുടെയും ചേച്ചിയുടെ മകളെയും ഇതുവരെ ഒരു വീഡിയോയിലും കാണാറില്ല. വളരെ അപൂർവം, ഒരു മിന്നായ പോലെ കാണലേ ഉള്ളൂ. എന്താ സംഭവം? ചേട്ടൻ കൊണ്ടുവരാത്താണോ? അല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്ര താല്പര്യമില്ല. അതെ, എന്താ ചേട്ടാ ഇവര് 32 വീഡിയോ ചെയ്യുമെങ്കിലും ഒരു ഭാര്യ ഒരു മോളുമല്ലേ ഉള്ളൂ. ഞാൻ ഇനി ഒരു സത്യം ചോദിച്ചാ ചേട്ടൻ സത്യസന്ധമായിട്ട് മറുപടി പറയൂ? ചോദിക്കട്ടെ, ഈ വീടിന് മൊത്തം എത്ര രൂപയായി? അങ്ങനെ പറയാൻ പറ്റില്ല. ബൈജു നായരുടെ വീടിന് എത്രയാണ് തുക? അല്ല, ഞാൻ കാര്യം ചെയ്യാം, അത് എന്റെ വീണയുടെ പ്രേക്ഷകർക്ക് വിടുന്നു. ഓ മൈ ഗോഡ്. കണ്ടു കഴിയുമ്പോ എത്ര ആയി എന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യണം. അപ്പൊ ശരിയായി കമന്റ് ചെയ്യുന്ന ആളുണ്ടെങ്കിലോ നമ്മൾ അത് ഡിലീറ്റ് ചെയ്യും. എന്നാ പറ്റി? ഒന്നും പറയണ്ടാവേ, ഭാര്യ പറയുന്നൊന്നും കേൾക്കുന്നില്ലെന്നും പറഞ്ഞ അവള് പപ്പടം കുത്തി എടുത്ത് ചെവി കുത്തി. ഇപ്പൊ ഈ സൈഡൊന്നും കേൾക്കാൻ പറ്റാനല്ല. ബ്രോക്കർ വിചാരിച്ച എനിക്ക് നല്ല വധുവിനെ കിട്ടൂലേ? എടാ, ബേക്കറിയിൽ ഇപ്പൊ നല്ല ലഡു കിട്ടുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, ഫുള്ള് മായാജാലോ. പൊട്ടമൂപ്പിലെ ബ്രോക്കർ വിചാരിച്ച എനിക്ക് നല്ല വധുവിനെ കിട്ടില്ലേന്ന്. എടാ, അതല്ലേ ഇപ്പൊ തിരക്കിക്കൊണ്ടിരിക്കുന്ന പെൺപിള്ളേർക്കൊക്കെ ഇപ്പൊ ഗ്രീൻ ഫ്ലാഗ് വേണ്ടെന്ന്, റെഡ് ഫ്ലാഗ് മതി. കമ്മ്യൂണിസ്റ്റുകാരെ മതിയോ പെണ്ണുങ്ങൾക്ക്? എന്തിന് കൈയെടുക്കാൻ? ആഹാ, എനിക്ക് എന്തുവാടാ ഇത്? നോട്ട്ബുക്കാ സാറേ. അതെനിക്ക് മനസ്സിലായി. ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, ഹിന്ദി, എന്തുവാടാ ഇത്? സാറേ ബൈൻഡിൽ ഫിസിക്സ് എഴുതുന്നു. നിന്റെ ഒരു വിവരം ഇല്ലല്ലോടാ, എവിടെയൊക്കെ തിരക്കി. ഇപ്പൊ ഞാൻ ഇപ്പൊ അങ്ങനെ സോഷ്യലായിട്ടൊന്നും അങ്ങനെ ഇടപെടാറില്ല. നിനക്ക് എന്തെങ്കിലും പ്രശ്നം നമ്മുടെ അടുത്ത് പറയാം. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, ഞാൻ എന്റെ ഒരു ജീവിതത്തിലേക്ക് മാത്രം അങ്ങ് ഒതുങ്ങി. ഇത്ര ഹാപ്പി ആയിട്ടൊക്കെ എങ്ങനെയല്ലേ ആരോട്ട് സഹകരിക്കാതൊക്കെ? ചില ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഹാപ്പി ആവും. നീ വിരാട്ടിന്റെ ലൈഫ് കണ്ടിട്ടില്ലേ? വിരാട് എപ്പോഴാണ് അവന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് വന്നത്? RCB കയറിയപ്പോ പറയാം. സ്കൂള് കണക്കല്ല, കോളേജ്. അതുകൊണ്ടാണല്ലോ ഇതിനെ കോളേജ് എന്ന് വിളിക്കുന്നത്. പാടേ വിനായകേ,
അകത്ത് ഫുട്ബോൾ കളി നടക്കുന്നോ? ഒരു വിദ്യാർത്ഥിക്ക് അവൻ ഇഷ്ടപ്പെടുന്ന ഏത് വേഷം ഇട്ടും പഠിക്കാൻ വരാം. എന്നാ നാളെ തൊട്ട് അളിയൻ ജെട്ടിയിട്ടോണ്ട് കയറി. നിനക്ക് കോളേജിൽ ഒരു മാസം ഇട്ട് നിക്കണോ? നിനക്ക് കോളേജിൽ ഒരു ഐഡന്റിറ്റി കിട്ടണോ? എങ്കിൽ എന്നും കോളേജിൽ വരണം, പക്ഷെ ക്ലാസ്സിൽ കയറണം. അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്താ എന്റെ കൺഫർമേഷൻ നീ അടക്കുമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. മാവിന്ന് തന്നെ മാങ്ങ പറിക്കണം അല്ലേടാ? പിന്നെ പ്ലാവിന്ന് പറിക്കാൻ പറ്റുമോ? ഇഷ്ടപ്പെട്ടല്ലേ പ്ലാവില്? ആരോട് വെച്ചിട്ടാണ് ഈ അണ്ണാ കുഞ്ഞിനെ മരത്തി കയറ്റിയത്? അത് തന്നെ കേറിയതാ. ഇങ്ങോട്ടിറങ്ങടാ. ഞാൻ ചിരിച്ചില്ല അങ്കിൾ, എനിക്ക് ആ കോമഡി ഇഷ്ടപ്പെട്ടില്ല. നീ ആ പുത്തേഴ്ത്തുള്ളില്ലടാ. നീയോ? ഞാൻ കുറച്ച് വടക്കെന്ന് പറയുമ്പോ തെക്കിന്റെ ഓപ്പോസിറ്റ്. ഞാൻ ഇപ്പൊ ഇങ്ങനെ ചിരിച്ചിങ്ങനെ പറയുന്നൊന്നും കേണ്ട. എനിക്ക് വാവേനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്റെ വാവേനെ കാണുമ്പോ എനിക്ക് സത്യമായിട്ട് എന്റെ അനിയനെ പോലെ എനിക്ക് തോന്നണേ. എനിക്ക് എന്റെ വല്യമാനി. ഗൈസ്, വാവ പറഞ്ഞു വാവയ്ക്ക് അടുത്ത ഗെയിമിലോട്ട് പോണതിന് മുമ്പ് വാവയ്ക്ക് എന്തോ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പറഞ്ഞു. സത്യം പറഞ്ഞ നമ്മളെ സത്യം പറഞ്ഞ നമ്മളെ കാണാൻ വല്യമാരെ പോലൊന്നുമില്ല. ചെറിയൊരു അമ്മായി ഉണ്ട്, ചെറുതിലൊരു അമ്മായി. അവസാനം വരെ ഉഴപ്പി നടന്നിട്ട് അവസാനം ജയിക്കുന്ന മിഡിൽ ക്ലാസ് ഫാമിലി. മിഡിൽ ക്ലാസ് ബെഞ്ചേഴ്സ് ആണോ? അത് തന്നെ. ചേട്ടാ, ഇനി നമ്മൾ ഈ നാട്ടിലില്ല. ചേട്ടന്റെ ചിരിയും ചേട്ടന്റെ വളിപ്പുകൾ കേൾക്കാനും നാട്ടിലേക്ക് കുറ്റം പറയാനും ഇനി നമ്മൾ ടീമില്ല. ഞങ്ങളെ ബാംഗ്ലൂരിൽ ഒരേ കോളേജ് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് 3. ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവാ. ഇവിടെ പോയിട്ട് വേണം ഞങ്ങളുടെ കറക്റ്റ് സ്വഭാവം കാണിക്കാൻ. വീട്ടുകാരെ വിട്ട് മാറിപ്പോകുമ്പോ സൂക്ഷിക്കണം, കാരണം നിങ്ങൾ നശിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നിങ്ങളെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് എന്നെ നശിച്ചിട്ടല്ലേ പോകുന്നേ. കേൾക്കുന്നുണ്ടോ? കറക്റ്റ് ആണോ? എന്റെ മാമനോട്ട് നോക്കൊന്ന് കുറച്ച് അടുത്തിരുത്. മിണ്ടത്തില്ല. കല്യാണം വന്നറ കല്യാണം ഉറപ്പിച്ചു. സേവ് ഡേറ്റാ. ആരാണ്ടൊക്കെ കണ്ട് കല്യാണമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ വൈകിട്ടൊന്ന് ചോദിക്കും. ഞങ്ങളവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു ഫ്രണ്ട് വന്നിട്ട് ചോദിച്ചു എന്താ പരിപാടി. ഈ അഭിത്ത് വന്ന് സേവ് കൊണ്ടുപോവാ. എടാ, കിങ്ങിണി കയറും പൊട്ടിച്ചോണ്ട് ഓടി. എങ്ങോട്ട്? കിങ്ങിണി ആരാ? പശുവാ? കറവെള്ള കറക്കാനോട്ട് ചെല്ല്. പശുവല്ല, പുലി. പുലിയാ? ദുബായ് സർക്കസിലാണോ ജോലി? സർക്കസിലല്ല, ഞാൻ അവിടെ അറബാബിന്റെ അണ്ടറിലായിരുന്നു. താനോ? ഞാനിപ്പൊ എന്റെ അച്ഛന്റെ അണ്ടറിലാണ്. നിന്നെ എന്തോന്നും പറഞ്ഞടാ പറഞ്ഞോട്ട്? അച്ചാറ് വാങ്ങിക്കേ. എന്നിട്ട് നീ ഇപ്പൊ എന്തോന്ന് ചെയ്യുന്നത്? മീൻ പിടിക്കുന്നു. എന്തിനു? ഉച്ചക്ക് മീനച്ചാറ് കൂട്ടാലോ. അപ്പൊ ഞാൻ തന്ന 50 രൂപ ക്ഷീണിച്ചപ്പോ ചായ കുടിച്ചു. കടിയായിട്ട് 2 വടയും കഴിച്ചിട്ട്. അമ്മേ, ഈ ലോകത്തുള്ള എല്ലാ സ്വർണ്ണവും അമ്മയ്ക്ക് കൊണ്ടുതരും അമ്മേ. ആ മോനെ, മോൻ ഇപ്പൊ കിടന്നുറങ്ങിക്കോ, നാളെ പോയി കൊണ്ടുവരാം. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇതാണാ മോനെ ലോകത്തെ മുഴുവൻ സ്വർണം. അതിന് സ്വർണ്ണമാന്ന് ആര് പറഞ്ഞമ്മേ? കുറച്ച് കപ്പക്കിഴങ്ങ. കിഴങ്ങൻ. റോക്കി ബായ്, പോലീസ് നമ്മൾ വളഞ്ഞു. എന്തിന്? കിഴങ്ങടിച്ചു മാറ്റിയേനാ? അല്ല, മന്ത്രി അലക്കാനിട്ട കോട്ടടിച്ചു മാറ്റിയേന്. Police, police, police. I don't like it. I avoid. But police likes me. I can't avoid. അതുകൊണ്ട് ഞാൻ പോയി പിടിയെടുത്തിട്ട് വരാം. രക്ഷപ്പെടണമെങ്കിൽ അവരെ മുഴുവൻ പഠിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. എങ്ങനെ നന്നായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലാണോ? രണ്ടുപേരുടെ ക്ലാസ്സിൽ എല്ലാവരും നന്നായിട്ട് പഠിക്കും. സെറ്റാക്കി പവർ